ഹായ്. ഫോഗ് ലൈറ്റ്സ് ആണ് ഇന്നത്തെ വിഷയം കേട്ടോ. അതൊരു സീരിയസ് വിഷയമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരുപാട് റൂൾസ് ഇതിനിടയ്ക്ക് ഇങ്ങനെ കുഴപ്പിക്കുന്ന റൂൾസും, പക്ഷേ ഈ ഫോഗ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിട്ടും എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു കണ്ടന്റ് ഇപ്പോൾ ചെയ്യാമെന്ന് കരുതിയത്. സോ നമ്മുടെ സിക്ക് കഴിഞ്ഞൊരു ട്രിപ്പ്, അതായത് വാഗമൺ ഇടുക്കി റൂട്ടിലോട്ട് ട്രിപ്പ് പോയായിരുന്നു എഫ് സി ആയിട്ട്. അപ്പോൾ എന്താണെങ്കിലും എഫ് സിയുടെ സ്റ്റോക്ക് ലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വീക്കാണ്. ഭയങ്കര വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഒരു ഡേയിൽ നമ്മളിപ്പോൾ നൈറ്റ് റൈഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ വിസിബിലിറ്റി ഭയങ്കര പുവർ വിസിബിലിറ്റി ആയിരുന്നു. അപ്പോൾ എന്താണെങ്കിലും മഞ്ഞുള്ള ആ ഒരു സ്പോട്ടിലോട്ട് പോകുമ്പോഴത്തേക്കിനും ഫോഗ് ലൈറ്റ്സ് വളരെയധികം അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് മാത്രം ഫോഗ് ലൈറ്റ് ഞാൻ മേടിക്കാൻ കരുതി. സോ ഫോഗ് ലൈറ്റ് ഇങ്ങനെ തപ്പിയപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫോഗ് ലൈറ്റ്സ് ഞാൻ കണ്ടു. അതിൽ 1100 രൂപയുടെ ഒരു വാറണ്ടി ഉള്ള ഫോഗ് ലൈറ്റ് ആണ് ഞാൻ വെച്ചേക്കുന്നത്. ഞാൻ ബ്രാൻഡിന്റെ പേരൊന്നും പറയുന്നില്ല, കാരണം ഇതും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫോഗ് ലൈറ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് വെള്ളം, അതായത് ഇതിനകത്ത് ഈർപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. ഫോഗ് ലൈറ്റിനകത്ത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലെൻസിൽ ഈർപ്പം വരുന്നുണ്ട്. അപ്പോൾ എടുക്കുവാണെങ്കിൽ നിങ്ങളൊരു ഹാർഡ് കോർ ഓഫ് റോഡറോ അല്ലെങ്കിൽ ഒരു ടൂർ പോകുന്ന ടീമോ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇച്ചിരി കൂടിയ റേഞ്ചിൻ്റെ, അതായത് ഒരു 7000 രൂപ അല്ലെങ്കിൽ ഒരു 8000 രൂപയുടെ ഒരു ഫോഗ് ലൈറ്റ് നിങ്ങൾ വെക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി അതല്ല, നിങ്ങൾ ഇടയ്ക്കൊക്കെ ടൂർ പോകുന്നുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഔട്ട്പുട്ട് തരുന്ന ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 1200 രൂപയുടെ ഫോഗ് ലൈറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കടയിലൊന്ന് ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. വാറണ്ടി ഉള്ള ഈ ഒരു സാധനം കിട്ടും. ദൈവത്തെ ഓർത്ത് 1000 താഴോട്ടുള്ള, അതായത് 400 രൂപ 700 രൂപയുടെ ചെറിയ മിന്നാമിന്നി വട്ടമുള്ള സാധനം ഷോയ്ക്ക് വെറുതെ മേടിച്ച് വെക്കാതിരിക്കുക. അത് വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. അതായത് അതുപോലൊരു ടൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ നൈറ്റിലാണെങ്കിൽ സംഭവം അത്യാവശ്യം വിസിബിലിറ്റി, നമ്മുടെ സ്റ്റോക്ക് ലൈറ്റിനെക്കാട്ടിലും വിസിബിലിറ്റി അത് പ്രൊഡ്യൂസ് ചെയ്യും. സോ അങ്ങനെ ഇരിക്കെ ഇത് വെക്കുന്നതിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൂടെ ഞാൻ ഒന്ന് അന്വേഷിച്ചു. അതായത് നമ്മുടെ മോഡിഫിക്കേഷൻസ് ഭയങ്കര അധികം എന്താ പറയുക, കടുംപിടുത്തം പിടിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളത്തിൽ. അതിന് പല കാരണങ്ങളുണ്ട്. റോഡിൽ കാണിക്കുന്ന പല പല പ്രശ്നങ്ങളും ആണ് ഇങ്ങനൊരു കടുത്ത കയ്യിലോട്ട് എന്താ പറയുക ഈ ഒരു റൂൾസിനെ കൊണ്ട് എത്തിച്ചത്. എന്തൊക്കെയായാലും കസ്റ്റമൈസേഷൻ, അതായത് ഫോഗ് ലൈറ്റ് വെക്കുന്നതിനെ കുറിച്ച് ഞാനിങ്ങനെ ചെറിയൊരു റിസർച്ച് പോലെ നടത്തി. അതിൽ മെയിൻലി ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. ഫോഗ് ലൈറ്റ് വെച്ചിട്ട് പെറ്റി കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനകത്ത് എനിക്ക് റിപ്ലൈ തന്ന ഒരു പുള്ളി ഒരു വക്കീലാണ് ആക്ച്വലി. അപ്പം പുള്ളി എനിക്കൊരു വോയിസ് അയച്ചായിരുന്നു. ഇതിൻ്റെ റൂൾസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു റൂള് പുറപ്പെടുവിച്ചു. അതായത് നോ മോഡിഫിക്കേഷൻസ്, അതായത് ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതിൽ നോ മോഡിഫിക്കേഷൻസ് അറ്റോൾ എന്നാണ് ആ റൂള്. അതായത് അതിൻ്റെ നട്ട് ബോൾട്ട് പോലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കേരള സർക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടിൻ്റ് അടിക്കുക എന്നുള്ളൊരു റൂളിലോട്ട് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് പുള്ളി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ റൂളിനെ വെട്ടിക്കൊണ്ടുള്ളൊരു റൂളായിട്ട് വേണം ഇത് പറയാം. അങ്ങനെ പല സ്റ്റേറ്റിലും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വെച്ചിരിക്കുന്ന റൂളെല്ലാം എന്താ പറയുക അസാധുവായി പോകുന്ന രീതിയിലോട്ടുള്ളൊരു സംഗതി വരും. പുള്ളി പറഞ്ഞ വോയിസ് ഞാൻ ഈ വീഡിയോയിലൊന്ന് കേൾപ്പിക്കാം. മലയാളിയാണെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പറയാം, പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത് ഒന്നും ചെയ്യാൻ പാടില്ല. കേരള ഗവൺമെന്റ് പറഞ്ഞേക്കണേ ചില്ല് മാത്രം ടിൻഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോ അതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ റൂളിനെ വെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഇൻഫ്രിഞ്ച് ചെയ്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് ഈ റൂൾ ഉണ്ടാക്കിയത്. ഓക്കെ, ഒരു റൂൾ ഇൻഫ്രിഞ്ച് ആയാൽ പിന്നെ ആ റൂളിന് യാതൊരു വിലയില്ല. എല്ലാത്തിലും, ഇതിൽ മാത്രമല്ല ഏതൊരു ഇതിലും. ഇപ്പൊ പല എവിഡൻസിന്റെ ആക്ടിലും ഇങ്ങനെ തന്നെയാണ് സംഭവം. കേരള ഗവൺമെന്റ് ആണ്, കേരള ഹൈക്കോർട്ടാണ് പല ഇഷ്യൂസ് ഓർഡർ ചെയ്ത് സെൻട്രൽ ഗവൺമെന്റ് റൂൾ മാറ്റിച്ചിട്ടുണ്ട്. ഞാനിത് വേറെ കുറച്ച് പേരോട്ടും കൂടെ വേണ്ടി സംസാരിച്ചു. എന്റെ മനസ്സിലാക്കലിൽ ഇപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റ് റൂള് വാലിഡ് അല്ല. കേരള ഹൈക്കോർട്ട് ഇങ്ങനെ റൂൾ ഇറക്കുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ റൂൾ വാലിഡ് അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കുന്നത്. അതാണൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. പുള്ളി ഒരുപാട് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു വോയിസ് അതായിരുന്നു. അപ്പോൾ അതാണ് സംഗതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് പോലും അറിയത്തില്ല ഇവിടെ എന്തൊക്കെ രീതിയിലുള്ള റൂൾസ് ആണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത്. വെറുതെ ഒരു കാരണത്തിൽ എനിക്ക് തോന്നുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതായത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവോ നമ്മുടെ
നമ്മുടെ എൻറ്റയർ ആ ഒരു സിസ്റ്റത്തിനെ കുറ്റപ്പെടുത്തുകയോ ചെയ്യല്ല, പക്ഷേ അതിലിരിക്കുന്ന ആൾക്കാർ തമ്മിൽ തന്നെ ഒരു കണക്ഷൻ ഇല്ലായ്മ ഉള്ള പോലെ തോന്നി ഇതൊക്കെ കേട്ടപ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ, അതായത് നമ്മുടെ കേരളത്തിലെ വെതർ കണ്ടീഷൻസിൽ ഒരു ലോങ് ടൂർ പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഫോഗ് ലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് വെക്കുന്ന ആൾക്കാർ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഒരു പ്രശ്നമില്ലാതെ നമുക്ക് വണ്ടിയിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വെക്കാൻ പറ്റുന്ന സാധനമാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ ദിവസം നൈറ്റ് ഇതിൻ്റെ കുറച്ച് ഔട്ട് കാണിക്കാൻ വേണ്ടി തന്നെ നൈറ്റ് ഞാൻ പോയിരുന്നു. കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഞാനൊന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കറണ്ട് അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് വന്നേക്കുന്നത്. ഫ്രണ്ടിലോട്ടുള്ള റോഡിൻ്റെ വിസിബിലിറ്റി ഇപ്പോൾ സ്റ്റോക്ക് ഹെഡ്ലൈറ്റിൽ കാണുന്നൊരു വിസിബിലിറ്റിയാണ് നമ്മൾ കാണുന്നത്. ഇനി ഞാൻ ഫോഗ് ഓണാക്കി കാണിക്കാം. ഫസ്റ്റ് യെല്ലോ ഇട്ട് കാണിക്കാം. ഹൈ ബീം വെച്ചിരിക്കുന്നത് യെല്ലോ ആയിട്ടാണ്. യെല്ലോ ഇടുമ്പോൾ ആ വ്യത്യാസം വന്നിരിക്കുന്നത് കണ്ടോ? എനിക്ക് ആ റോഡിലുള്ള ചെറിയ ഹമ്പുകൾ വരെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഡിഫറൻസ് ആണ് ഒരു ഫോഗ് ലൈറ്റ് നമ്മുടെ ട്രിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ടൂർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് നല്ല യൂസ്ഫുള്ളായി. ലൈക്ക് വൈറ്റ്, ലൈക്ക് ഇത് ലോ ആണ് വൈറ്റ് ലൈറ്റ് വെച്ചിരിക്കുന്നത്, ലോ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ദെൻ ഹൈ ആണ് യെല്ലോ ലൈറ്റ്. കാരണം ട്രിപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫോഗുള്ള സ്പോട്ടിലോട്ടായിരുന്നു. അപ്പം യെല്ലോ ലൈറ്റ് കുറച്ച് ത്രോ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് യെല്ലോ ലൈറ്റ് ആയിരുന്നു മെയിനായിട്ട് ഹൈ ആയിട്ട് വെച്ചിരിക്കുന്നത്. വൈറ്റ് ലൈറ്റാണ് ലോ ആയിട്ട് വെച്ചിരിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് ഓഫ് ആക്കുമ്പം ലൈറ്റേ ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥയാണ്. വണ്ടിയുടെ സ്റ്റോക്ക് ലൈറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം അത്രയും പരിതാപകരമായിട്ടുള്ള വണ്ടികൾക്ക് ഉറപ്പായിട്ടും ട്രിപ്പ് പോകുമ്പോൾ ഇതുപോലൊരു ഫോഗ് ലൈറ്റ് സീരിയസ്ലി ഒരു ലൈഫ് സേവിങ് എക്വിപ്മെൻ്റ് ആണ്. അപ്പം അതൊക്കെയാണ് ഈ ഒരു ഫോഗ് ലൈറ്റ് വെക്കുന്നതുകൊണ്ട് കിട്ടുന്ന അത്രയും വലിയൊരു ബെനിഫിറ്റാണ്. കാരണം അത്രയും ഇരുട്ടത്ത് നമ്മുടെ കേരളത്തിലെ റോഡ് എന്ന് പറയുന്നത് തന്നെ അത്ര പരിതാപകരമായിട്ടുള്ള റോഡിൽ എവിടൊക്കെയാണ് കുഴികൾ എന്നുള്ളത് അറിയത്ത് പോലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത് അത്രയും കുഴികൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് അത്രയും നല്ലൊരു ബെനിഫിറ്റ് ഉള്ളൊരു സംഭവമായിട്ട് തോന്നി. ഞാൻ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഡെയിലി ഡ്രൈവിംഗ് ബൈക്കുകളിൽ വെക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്യത്തില്ല. അത് ഇൻ കേസ് നമ്മൾ അത്രയും ലോങ് ട്രാവൽ ചെയ്യുന്ന ഒരു ബൈക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത്യാവശ്യം പവറുള്ള ഒരു ലൈറ്റ്, അതും 2 ബീം പാറ്റേൺ ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആണ്. കാരണം യെല്ലോ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫോഗി കണ്ടീഷനിൽ ഭയങ്കര യൂസ്ഫുൾ ആവും. അല്ലാത്ത സമയത്ത് ഈ ഡിം അടിക്കുന്ന പോലെ നമുക്ക് ഈ വൈറ്റ് ലൈറ്റ് ഇട്ട് പോയാലും മതി. ഇപ്പോൾ ഡിമ്മും ബ്രൈറ്റും ഉള്ള ലൈറ്റുകൾ ഉണ്ടെങ്കിൽ അത്രയും നല്ലൊരു ഓപ്ഷൻ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഞാൻ പറയില്ല, നമ്മുടെ ഇവിടുത്തെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വായി തോന്നുന്നതാണ് ഫൈനും, വായി തോന്നുന്ന രീതിയിലുള്ള ഒരു എൻറ്റയർ സിസ്റ്റം ആയതുകൊണ്ട് എന്താ സംഭവിക്കുക, നിങ്ങൾ ഫോഗ് ലൈറ്റ് വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ആക്സസറീസ് മേടിച്ച് വണ്ടിയിൽ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഒരു അതായത് ഒരു പ്രിക്കോഷൻ എടുക്കുക. അതായത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെന്തൊക്കെയാണ് പറയുന്നതെന്ന്, എന്തൊക്കെ റൂൾസാണ് വരുന്നതെന്ന് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് അത് കിട്ടത്തില്ല, പെട്ടെന്ന് പിടി കിട്ടത്തില്ല. അല്ലേ പിന്നെ നമ്മൾ ഇതുപോലത്തെ ഈ റൂൾസ് നമ്മൾ പഠിച്ചിരിക്കണം. എല്ലാം നമ്മളൊരു വണ്ടിയും കൊണ്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് അറിയേണ്ടത്, ആ റൂൾസ് നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പം കസ്റ്റമൈസേഷൻ്റെ കേസിലാണല്ലോ അതെ. സോ ഫോഗ് ലൈറ്റ് വെക്കാവോ എന്നുള്ളതിൻ്റെ ഉത്തരത്തിൽ കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ലൈക്ക് വെക്കാം അറ്റ് അവർ ഓൺ റിസ്ക് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ സിസ്റ്റം തന്നെ വളരെ പരിതാപകരമായിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ നട്ട് ബോൾട്ട് പോലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയിൽ, അതായത് നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്ക് ഒരു ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥയിലോട്ടുള്ള ഒരു റൂളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മീനിങ് ഫുൾ ആയിട്ട് കസ്റ്റമൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അനാവശ്യമായിട്ട് കസ്റ്റമൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, റോഡിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇത് എല്ലാം കൂടെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കും എല്ലാത്തിനും കൂടെ ഒറ്റ റൂള്. അത് എല്ലാവർക്കും വളരെയധികം ഒരു അടിയും കൂടെ കിട്ടിയേക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും ഫോഗ് ലൈറ്റ് വെക്കുമ്പോൾ നല്ല ഫോഗ് ലൈറ്റ് വെക്കുക. ബാക്കിയുള്ളവർക്ക് വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പ്ലേസിങ് ചെയ്യുക. അതുപോലെ ബീം പാറ്റേൺ അതുപോലെ പ്ലേസ് ചെയ്യുക. റീസണബിൾ ആയിട്ടുള്ള കസ്റ്റമൈസേഷൻസ് വെക്കുക. നിങ്ങൾ ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ
അല്ല ജസ്റ്റ് ഒരു പ്രൊജക്ട് ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. ബട്ട് റോഡിൽ യൂസ് ചെയ്യുന്നത് വളരെയധികം ലിമിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അപ്പം അതൊക്കെ പ്ലാൻ ചെയ്തൊരു വീഡിയോ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഇനിയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും വണ്ടിയുടെ റിവ്യൂസും ഒക്കെ ആയിട്ട് കാണാം. എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ബൈ.